Good morning. ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് ദീപ്തി ദിലീപ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ അധികം വിശേഷങ്ങൾ, ഒരു അവധി ദിവസത്തെ കുറേ അധികം വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇന്നൊരു 7:30 ഒക്കെ ആയപ്പോഴാട്ടോ ഞാൻ എണീറ്റത്. കാരണം അവധി ദിവസം ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. എന്നാൽ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ പണി മുഴുവൻ നമുക്ക് പെൻഡിങ്ങും ആകും. അപ്പോൾ എന്തായാലും ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ കുറച്ച് ലേറ്റായി കിടന്നപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട്, അപ്പോൾ 7:30 ആയിട്ട് എണീറ്റിട്ട് പതുക്കെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ തന്നെ വീട് ഫുള്ളായിട്ട് കിച്ചൺ ഉൾപ്പെടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. പാത്രങ്ങളൊക്കെ ആണെങ്കിലും കഴുകാനൊന്നും ഇട്ടേക്കാറില്ല, അപ്പം തന്നെ കഴുകി വെക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പം നമുക്ക് ജോലി ചെയ്യാനായിട്ട് മടി തോന്നില്ല. നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റിൽ ഒരു വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്, ഇതിനും അത് മുകളിലേക്ക് കയറി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കണം. അതിന് മുന്നായിട്ട് തന്നെ കുറച്ച് ചെടികളുടെ സംരക്ഷണം നോക്കാമെന്ന് വിചാരിച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഇലകളൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ വയ്ക്കും. അങ്ങനെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇടിയപ്പം പൊടി മേടിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടി ഡബിൾ ഹോൾസിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതും. അപ്പം ഞാൻ ഒരു കപ്പ് പൊടിക്ക്, ഏത് കപ്പിനാണോ പൊടി എടുക്കുന്നത് ആ ഒരു കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1.25 കപ്പ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെയൊന്ന് തിളപ്പിക്കും. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോൾ ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. അപ്പം ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കണം, കാരണം പൊടിയിലും കൂടെ മിക്സ് ആകുമ്പോൾ കറക്റ്റ് ആവണമല്ലോ. അങ്ങനെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പൊടി എടുത്തിട്ട് നമുക്കതിലേക്ക് പതുക്കെ പതുക്കെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് കൈയൊന്നും ചൂടോടുകൂടി നമ്മൾ ഈ വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യും പൊള്ളും, ആകെ ബുദ്ധിമുട്ടാകും. ഇതാകുമ്പോൾ സമയവും ലാഭിക്കാൻ, പെട്ടെന്ന് പണിയും കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുക, ഒരു കപ്പ് പൊടിക്ക്, ഏത് കപ്പിനാണോ പൊടി എടുക്കുന്നത് ആ ഒരു കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് കണക്കായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നിടം വരെ ഒരു 10 മിനിറ്റൊക്കെ 10-15 മിനിറ്റ് ഇതിങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. പിന്നെ നമ്മൾ പൊടി കുഴച്ച സമയത്ത് കുറച്ച് പൊടിയൊക്കെ ഒന്ന് വെളിയിലേക്ക് വീണായിരുന്നു കേട്ടോ, സ്റ്റൗവിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ. അത് അപ്പം തന്നെ ഞാനൊന്ന് ക്ലീൻ ചെയ്യാണ്. കറണ്ട് പോയി കേട്ടോ, അതുകൊണ്ടാണ് വെളിച്ചമില്ലാത്തത്. രാവിലെ തന്നെ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളിതിങ്ങനെ ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. ലാസ്റ്റ് വരുമ്പോൾ നമുക്കധികം പണിയും ഉണ്ടാവില്ല. കറണ്ട് പോയിരുന്നത് കൊണ്ട് ഞാനൊരു കാപ്പിയൊക്കെ ഇട്ടിട്ട് പതുക്കെ ടാബിൽ ഞാൻ കാണുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും കാണാതെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് വെച്ചൊന്ന് കാണുമായിരുന്നു. എനിക്ക് കൂടുതലും വെബ് സീരീസ് കാണാനായിട്ടൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ കാണാത്ത എപ്പിസോഡ് വെച്ചിരുന്ന് കാണുമായിരുന്നു. അപ്പം കറണ്ട് വന്നിട്ട് വീണ്ടും കറണ്ട് പോയി. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, ഇടിയപ്പം ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ പിന്നെ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ നമ്മുടെ പണികളൊക്കെ പെൻഡിങ്ങും ആവും. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു തട്ടൊക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തേങ്ങായി ഇട്ടിട്ടുണ്ട് കേട്ടോ, തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ ഞാൻ 2 ദിവസം കൂടുമ്പോഴത്തേക്കും ചിരകി ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. അതാകുമ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ചൂട് ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കണ്ടില്ല, ഞാൻ ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് വെക്കാൻ പാകത്തിന് പരുവത്തിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി വെക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇത് ഓരോന്നെടുത്ത് നമ്മുടെ അച്ചിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതങ്ങ് മൂടി വയ്ക്കും.
എൻ്റെ ചൂട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ചൂടോടുകൂടി കേട്ടോ കുഴയ്ക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും. അതിനുശേഷം പിന്നെ നമ്മൾ മാവൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ എല്ലാ തട്ടിലും നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് ഇടിയപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടാണ് മാവ് കുഴച്ചെടുത്തത്. അപ്പം തന്നെ മാവ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇടിയപ്പം പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ 2 തട്ടിൽ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കറണ്ട് വന്നു. അപ്പോഴത്തേക്കും ഞാൻ 2ാമത്തെ ട്രിപ്പ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിലും നമ്മളിങ്ങനെ തന്നെ എല്ലാ തട്ടിലും പിന്നെ നമ്മൾ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല, തേങ്ങ ഇട്ട് കൊടുത്താൽ മതിയാകും. അങ്ങനെ പെട്ടെന്ന് ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അരി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡിയാകും ഉച്ചക്കത്തേക്കിന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഉറങ്ങിയോ? ഉറങ്ങിയോന്ന് പറ. ഉറങ്ങിയോ? ഉറക്കം പോയോ? പാത്തു എണീറ്റിട്ട് പിന്നെ ദിനുവിനെ എണീപ്പിക്കാനായിട്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്കിന് ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞളും കൂടിയുള്ള വെള്ളത്തിൽ ക്യാബേജ് ഒന്ന് ഇട്ട് വെച്ചേക്കാണ്. നമുക്കൊരു ഐഡിയ ഉണ്ടാവണം നമ്മൾ എന്തൊക്കെയാണ് ഉച്ചക്കത്തേക്കിന് കുക്ക് ചെയ്യുന്നത്. അതാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീർക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ ഗ്രീൻ പീസ് കറി തലേന്ന് വെച്ചായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറിയും പുട്ടുമായിരുന്നു കേട്ടോ തലേന്ന്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്കും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. ഇടിയപ്പത്തിന് ഗ്രീൻ പീസ് കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലെടുത്ത് മാറ്റിയിട്ട് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് സമയം ലാഭിക്കാം. ഗ്രീൻ പീസ് കറിയും ഇടിയപ്പം കൂടെ കഴിക്കാനായിട്ടും പറ്റും. ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഗ്രീൻ പീസ് കറി വെളിയിൽ വെച്ചു. എന്നിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഓവനിൽ വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. പാത്തുവിനെ പിന്നെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കൊണ്ടുവന്നെടുത്തി ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അവളുടെ ഫേവറേറ്റ് ആണ് ഇടിയപ്പം എന്ന് പറയുന്നത്. പക്ഷേ അവളുടെ കറി ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും മുട്ടക്കറിയും കൂടിയാണ് കേട്ടോ. പിന്നെ ദിനു ഫ്രഷ് ആയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അവധി ദിവസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം താമസം വന്നു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലികൾ തീർത്തിട്ട് എവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല. അന്ന് ഫുള്ള് ജോലികളായിരിക്കും. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവധി ദിവസം ആണെങ്കിൽ പോലും ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പ്ലാൻ ചെയ്ത് ഓരോ ജോലികൾ തീർത്ത് വെക്കും. അല്ലെങ്കിൽ നമുക്ക് അവധി ദിവസം റെസ്റ്റ് കിട്ടില്ല. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കിന് ക്യാബേജ് തോരനും അതിൻ്റെ കൂടെ ഏത്തപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത്തപ്പഴ പുളിശ്ശേരിയുടെ ഒക്കെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ തേങ്ങ എല്ലാം അരച്ച് ചേർത്ത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിനകത്തോട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്നിട്ട് കടുക് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ക്യാബേജ് തോരനും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പം പണികൾ തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം. എനിക്കിങ്ങനെ ഒരുപാട് സമയം അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാറുമുണ്ട്. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദിനു എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പം അതെനിക്ക് ക്ലീൻ ചെയ്ത് തന്നു. എന്നിട്ട് ബാക്കി കുറച്ച് പാത്രം അവിടെ ഇരുന്നും കൂടെ കഴുകി തന്നു കേട്ടോ. അവധി ദിവസം എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ നോൺ വെജ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴുകിയും തരാറുണ്ട്. അപ്പോൾ അവധി ദിവസങ്ങളിലല്ലേ സമയം കിട്ടാറുള്ളൂ. ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ ഒന്നിനും സമയം കിട്ടാറുമില്ല. ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയാറുമില്ല. അപ്പം ദിനു അവിടെ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ വീടൊക്കെ പെട്ടെന്നൊന്ന് ഒതുക്കി വെക്കുകയാണ്. പാത്തു അത്യാവശ്യമൊക്കെ ഒന്ന് നിരത്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹാളൊക്കെ നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. കുടിക്കാനുള്ള വെള്ളമൊക്കെ ജഗ്ഗിലാക്കി നമ്മൾ കൊണ്ടുവെക്കും രാവിലെ തന്നെ. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് വെള്ളം എടുത്ത് കുടിച്ചോളുമല്ലോ. പാത്തുവിനുള്ളതാണെങ്കിലും പാത്തുവിൻ്റെ കുപ്പിക്കകത്താക്കി കൊണ്ടുവയ്ക്കും. പിന്നെ ബെഡ്റൂമൊക്കെ ആണെങ്കിലും ഒന്ന് ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയായിട്ട് വിരിച്ച് ഒന്ന് നീറ്റാക്കിയിട്ടു. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയായി കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. മീൻകറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മീൻകറിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ നാരങ്ങ അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി, വെള്ള നാരങ്ങ അച്ചാർ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഉപ്പും
കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കും. അതൊന്ന് ജസ്റ്റ് പൊട്ടി വരുന്ന സമയത്ത് വെള്ളം ഓഫ് ചെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി നാരങ്ങ എടുത്തിട്ട് ഒരു നാരങ്ങ ഞാൻ 8 പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് മുറിച്ചെടുക്കാം. എന്നിട്ട് നിങ്ങളത് ഉപ്പിട്ട് തിരുമ്മി വെക്കുക, ആ ഒരു നാരങ്ങ പീസാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ അച്ചാർ ഇടാനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുന്നത്. ഞാനിപ്പോൾ ഒരു 3 കുടം വെളുത്തുള്ളി, 2 വലിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നിടം വരെ വഴണ്ട് വരണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു നാരങ്ങ ഞാൻ ഉപ്പും തിരുമ്മി വെച്ചിട്ട് ഒരു 3 ദിവസമായി കേട്ടോ. നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അച്ചാറിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നാരങ്ങ എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാം. അപ്പോൾ എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ ഈ കാന്താരിയുടെ എരിവ് കുറയ്ക്കാനായിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് 2-3 വെള്ളം തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച കാന്താരിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതിയാകും. കാന്താരി അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കാന്താരി മുളക് ഞാൻ ഇത് വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിന് എരിവ് ഇപ്പോൾ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് തിളപ്പിച്ച വെള്ളത്തിൽ ഊറ്റി കളഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ചുടിയിലൊക്കെ കുറഞ്ഞിരിക്കും. ഇനിയിപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയൊരു മഞ്ഞ കളർ വരാനായിട്ട് 1 സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു കളർ കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാന്താരി വേവിച്ചപ്പോഴും ഉപ്പിട്ടതാണ്, നാരങ്ങയ്ക്കകത്ത് ഉപ്പ് തിരുമ്മിയതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വെള്ളം വേണം എന്നനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കാൻ വേണ്ടെന്നാൽ കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോകും നമ്മുടെ അച്ചാർ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ച നാരങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂമീൻ എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ മുളക് കറി ആയിട്ടാണ് വെച്ചത്. അപ്പോൾ മീൻ കറി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാരങ്ങയൊക്കെ യോജിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലേക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പൊതുവേ അച്ചാറുകളൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ ഈ ഒരു നാരങ്ങ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇവിടെ തീർന്നു പോകുന്നത്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. വിനീഗറിൻ്റെ അളവ് കൂടണ്ട, കാരണം നാരങ്ങയിൽ പുളിയും കയ്പും ഒക്കെ ഉള്ളതായതുകൊണ്ട് കൂടുതൽ വിനീഗർ ചേർക്കുന്നത് നന്നല്ല. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഉലുവായും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഉപ്പും മധുരവും ഒക്കെ ഒരുപോലെ തോന്നും, പക്ഷെ 2 ദിവസം ഇതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പഴകിയ നാരങ്ങ അച്ചാർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഈ ഒരു നാരങ്ങ കഴിക്കാനായിട്ട് പറ്റും. കാരണം നമ്മളിത് വേവിച്ചതിന് ശേഷമാണ് അച്ചാർ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു നാരങ്ങ അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഇന്നത്തെ ജോലികളെല്ലാം അത്യാവശ്യം തീർന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തുണി വാഷ് ചെയ്യാൻ ഇടുകയും അതുപോലെ തന്നെ തുണി മടക്കാനുള്ളത് മടക്കി വെക്കുകയും അങ്ങനത്തെ എല്ലാ പണികളും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ എളുപ്പം പണികൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ ചെയ്ത് വെക്കും. അപ്പോൾ ഇതിന് മുന്നേ കിച്ചൺ ടിപ്സൊക്കെ വീഡിയോസ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.